നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഡിഗ്രി 3rd സെമസ്റ്ററിലെ സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അതിലെ രണ്ടാമത്തെ മൊഡ്യൂളായ അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിലെ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരുന്നു, ഇൻവോയ്സിംഗ് ഗുഡ്സ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ കോസ്റ്റ് എന്നത്. അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി എടുക്കാൻ പോകുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഉഷ ഫാൻസ് ബോംബെ കൺസൈൻഡ് 1000 ടേബിൾ ഫാൻ ടു കൂൾ ബ്രീസ് ഏജൻസീസ് പൂനെ ഫോർ സെയിൽ ഓൺ എ കമ്മീഷൻ ഓഫ് 5% ഇൻക്ലൂഡിംഗ് 1% ഡെൽക്കഡറി കമ്മീഷൻ. ഇവിടെ ബോംബെയിലുള്ള ഉഷ ഫാൻസ് എന്ന് പറയുന്ന കൺസൈനർ 1000 ടേബിൾ ഫാൻസ് പൂനെയിലുള്ള കൂൾ ബ്രീസ് ഏജൻസിക്ക് കൺസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കമ്മീഷൻ പറയുന്നുണ്ട്, നോർമൽ കമ്മീഷൻ 5%ഉം 1% എന്ന് പറയുന്നത് ഡെൽക്കഡറി കമ്മീഷനാണ്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇൻസോൾവൻസി കാരണം ഉണ്ടാവുന്ന ബാഡ് ഡെറ്റ് കൺസൈനി തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും. ദെൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ഫാൻ വാസ് ₹1200. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ്, അതായത് ഈ ഗുഡ്സ് അയച്ച വില എന്ന് പറയുന്നത് 1200 ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ കൺസൈനിക്ക് ഗുഡ്സ് അയക്കുന്ന പ്രൈസാണ്. ദെൻ ഇവിടെ പറയുന്നു, എന്നാൽ ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ആ ഗുഡ്സ് നിർമ്മിക്കാനുണ്ടായ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രൈസ് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും. അപ്പോൾ ഇവിടെ 1200 രൂപയുടെ ഗുഡ്സ് കൺസൈനർ അയച്ചു കൊടുത്തത് 1500 രൂപയ്ക്കാണ്. Then the expenses at Bombay amounted to ₹27,000. ഇവിടെ കൺസൈനറിനുണ്ടായ എക്സ്പെൻസ് പറയുന്നു 27,000 രൂപയാണ്. അതിനകത്ത് പറയുന്നത് ഗോഡൌണിൽ എത്തുന്നതിന് മുമ്പ് വരെയുള്ള കൺസൈനിയുടെ എക്സ്പെൻസ് 23,000 രൂപയാണ്. അപ്പോൾ രണ്ടുപേരുടെ എക്സ്പെൻസ്, കൺസൈനറിന്റെ എക്സ്പെൻസ് 27,000, കൺസൈനിക്ക് ഗോഡൌണിൽ എത്തുന്നതിന് മുമ്പേ വരെയുള്ള എക്സ്പെൻസ് 23,000 രൂപയാണ്. അപ്പോൾ കൺസൈനിയുടെ ഗോഡൌണിൽ എത്തുന്നതിന് മുമ്പേ വരെയുള്ള എക്സ്പെൻസിനെ നമ്മൾ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെൻസസ് നമ്മൾ എടുക്കേണ്ടതാണ്. ദെൻ അടുത്ത പറയുന്നത്, ഇവിടെ കൂൾ ബ്രീസ് ഏജൻസീസ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ സെയിൽസ് നടത്തിയിരിക്കുന്നത് 800 ഫാനാണ്. ഒരെണ്ണത്തിന്റെ വില 1600 രൂപയാണ്. അപ്പോൾ ഇവിടെ മൊത്തം അയാൾ അയച്ചിരിക്കുന്നത് 1000 ഫാനാണ്. അതിലെ 800 ഫാൻ മാത്രമാണ് ഇവിടെ വിറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ 200 ഫാൻ എന്താണ് അൺസോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. ദെൻ അടുത്തതായിട്ട് പറയുന്ന സെയിൽസ് എക്സ്പെൻസ് ആണ്. ഇവിടെ സെയിൽസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 14,000 രൂപയാണ്. അപ്പോൾ സെയിൽസ് എക്സ്പെൻസ് എന്ന് പറയുന്നതും കൺസൈനിയുടെ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കൺസൈനിയുടെ എക്സ്പെൻസ് ടോട്ടൽ എടുക്കുമ്പോൾ, അതായത് കൺസൈൻമെന്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ കൺസൈനിയുടെ ടോട്ടൽ എക്സ്പെൻസ് എടുക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഈ സെയിൽസ് എക്സ്പെൻസ് എടുക്കാൻ പാടില്ല. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, കൺസൈനി ഇവിടെ അക്കൗണ്ട് സെയിൽസ് പിന്നെ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വരയ്ക്കേണ്ടുന്നത് 2 പാർട്ടീസിന്റെയും ബുക്കുകൾ വരയ്ക്കണം, കൺസൈനറിന്റെയും കൺസൈനിയുടെയും ബുക്ക് വരയ്ക്കണം. ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതാണ്. കാരണം വാല്യൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് ഡയറക്റ്റ് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാം. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൊത്തം 1000 ടേബിൾ ഫാൻ ആണ് അയച്ചു കൊടുത്തത്. അതിൽ 800 ടേബിൾ ഫാൻ മാത്രമേ വിറ്റിട്ടുള്ളൂ. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള 200 ടേബിൾ ഫാൻ എന്ന് പറയുന്നത് അൺസോൾഡ് സ്റ്റോക്ക് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കേണ്ടത്, ഇവിടെ 2 പ്രൈസ് ഉണ്ട്, അതായത് കോസ്റ്റ് പ്രൈസ് ഉണ്ട്, ഇൻവോയ്സ് പ്രൈസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇൻവോയ്സ് പ്രൈസ് വേണം, അതായത് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതായാലും ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും എല്ലാം നമ്മൾ വാല്യൂ ചെയ്യുമ്പം ഇൻവോയ്സ് പ്രൈസ് വേണം എടുക്കാൻ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്, ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളത് എന്താണ് പ്രോഫിറ്റ് ഓൺ ഇൻവോയ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രം അത് നോക്കിയാൽ മതി. അപ്പം നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് വേണം എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇൻവോയ്സ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1500 രൂപയാണ് ഇൻവോയ്സ് പ്രൈസ്. 1000 ഗുഡ്സ് ആണ് മൊത്തത്തിൽ അയച്ചത്. അപ്പം നമ്മൾ അതിൽ 200 ഗുഡ്സ് ആണ് അൺസോൾഡ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പം 1500 രൂപ 200 ഗുഡ്സിന്. ₹3,00,000 രൂപയുടെ ഇൻവോയ്സ് പ്രൈസിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കാണ് ഉള്ളത്. ഇനി അതിനുശേഷം ഇതിനോട് നമ്മൾ ഇതിൻ്റെ കൂടെ കൺസൈനറിൻ്റെയും കൺസൈനിയുടെയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ദെൻ ആദ്യം നമ്മൾ ആഡ് പ്രൊപ്പോർഷനേറ്റ് expenses of
കൺസെയ്നർ ആൻഡ് കൺസെയിനിങ്. അപ്പോൾ ഇവിടെ കൺസെയ്നർ രണ്ടുപേരുടെയും പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം. ഇവിടെ രണ്ടുപേരുടെ എക്സ്പെൻസ് പറയുന്നുണ്ട്. കൺസെയ്നറിൻ്റെ 27,000, കൺസെയിനിയുടെ 23,000. ഈ രണ്ട് എക്സ്പെൻസസും 1000 പ്രോഡക്റ്റിനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 200 പ്രോഡക്റ്റിൻ്റെ എത്ര? നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൺസെയ്നറുടെ എക്സ്പെൻസ് മാത്രം 27,000 × 200/100 എന്ന് ചെയ്യാം. കൺസെയ്നറുടെ എക്സ്പെൻസ് 23,000 × 200/1000 അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിവിടെ രണ്ടുപേരുടെ എക്സ്പെൻസസ് ഒന്നിച്ച് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇവിടെ അവരുടെ രണ്ടുപേരുടെ എക്സ്പെൻസും തമ്മിൽ കറസ്പോണ്ടൻ്റ് എടുക്കുമ്പോൾ 1000 ആണ് കിട്ടുന്നത്. അങ്ങനെ മൊത്തം 10,000 ആണ് കിട്ടുന്നത്. അങ്ങനെ മൊത്തം 3,10,000 ആണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തത്. പഴയ രീതിയിൽ തന്നെയുള്ള വാല്യുവേഷനാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം കോസ്റ്റ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നല്ല എടുക്കേണ്ടത്. ഗുഡ്സ് സെൻഡ് ചെയ്ത് ഇൻവോയ്സ് പ്രൈസിനാണ് എന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കാണ് എടുക്കേണ്ടത്. അതായത് നമ്മളിവിടെ ഇൻവോയ്സ് പ്രൈസിനാണല്ലോ ഗുഡ്സ് അയച്ചത്. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനകത്ത് കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും പറയും. ആ ഇൻവോയ്സ് പ്രൈസ് ഇൻറ്റു അൺസോൾഡ് ഗുഡ്സ് എടുക്കുക. അതിനോടൊപ്പം കൺസൈനറിൻ്റെ എക്സ്പെൻസസും കൺസൈനറുടെ എക്സ്പെൻസസും പ്രൊപ്പോർഷനേറ്റ് എടുത്ത് ആഡ് ചെയ്യുക. അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തപ്പോൾ 3,10,000 എന്നാണ് കിട്ടിയത്. അപ്പോൾ നോക്കിയാൽ ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ റിയൽ വാല്യൂ അല്ല 3,10,000 എന്ന് പറയുന്നത്. അതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? ഒരു ഹിഡൻ പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൺസൈനറിനെ സംബന്ധിച്ച് അയാളുടെ റിയൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു ലോഡിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയാൽ മാത്രമേ നമുക്ക് റിയൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇൻവോയ്സ് പ്രൈസിനാണ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയിട്ടുള്ളതിനകത്തെല്ലാം നമ്മൾ ഇൻവോയ്സ് പ്രൈസിലാണ് ഈ ഗുഡ്സ് ഒക്കെ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? പ്രോഫിറ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ലോഡിങ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തപ്പം 3,10,000 രൂപയാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വിലയായിട്ട് കിട്ടിയത്. ആ 3,10,000-നകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? പ്രോഫിറ്റും കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിന് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എഴുതേണ്ടതാണ്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് എത്ര രൂപയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കാം. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 3,00,000, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3,10,000. അപ്പൊ ഈ 3,10,000 എന്ന് പറയുന്നത് എന്താണ്? റിയൽ എമൗണ്ട് അല്ല, യഥാർത്ഥത്തിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് അല്ല. ഈ 3,10,000-നകത്ത് പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. കാരണം 1,200 രൂപ മാത്രം വിലയുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത് 1,500 രൂപയ്ക്കാണ്. 300 രൂപ ഒരു പ്രോഡക്റ്റിൽ തന്നെ 300 രൂപ നമ്മൾ ലാഭം ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1,200-ഉം ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 1,500 അപ്പം ഈ ഇൻവോയ്സ് പ്രൈസിന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് 300 രൂപയാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ അയക്കുന്ന ഒരു പ്രോഡക്റ്റിന്മേൽ നമ്മൾ ഈ കൺസൈനർ ഉദ്ദേശിക്കുന്ന ലാഭം 300 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ 3,10,000-നകത്ത് എത്ര രൂപ ലാഭം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് സ്റ്റോക്ക് റിസർവ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ഇപ്പം ഇവിടെ എന്താണ്? 1,500 രൂപയുടെ പ്രോഡക്റ്റ് 1,200 രൂപയുടെ പ്രോഡക്റ്റ് 1,500 രൂപയ്ക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പം അവിടെ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിന്മേൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭം 300 രൂപയാണ്. നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുള്ളത്? 200. മൊത്തം 60,000 രൂപ ലാഭമാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 3,10,000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് 60,000 രൂപ എന്ന് പറയുന്നത് ലാഭമാണ്. അപ്പം ഈ 3,10,000 രൂപ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കുമ്പോൾ ഈ 60,000 രൂപ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അത് കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തു, അതിനുശേഷം സ്റ്റോക്ക് റിസർവ്, അതിനകത്ത് എത്രയാണ് നമ്മുടെ റിസർവ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചു. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 3,10,000, അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് 60,000. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് കൺസൈനറിന്റെ ബുക്കാണ്. കൺസൈനറിന്റെ ബുക്കിനകത്ത് 2 അക്കൗണ്ടാണുള്ളത്, കൺസൈൻമെന്റ് അക്കൗണ്ടും കൺസൈനീസ് അക്കൗണ്ടും. ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ടാണ്. അപ്പം നമുക്ക് കൺസൈനറിന്റെ ബുക്കിനകത്ത് ഫസ്റ്റ് അക്കൗണ്ട് ആയിട്ടുള്ള കൺസൈൻമെന്റ് അക്കൗണ്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പൂനെയിലോട്ടാണ് ഗുഡ്സ് അയക്കുന്നത്, അതുകൊണ്ട് കൺസൈൻമെന്റ് ടു പൂനെ അക്കൗണ്ട് എന്നായിരിക്കും അക്കൗണ്ടിന്റെ പേര്. അപ്പം നമുക്ക് ഫസ്റ്റ്, അപ്പോൾ ഇവിടെ ഡെബിറ്റ് കോളം ഉണ്ട്,
ഇവിടെ ക്രെഡിറ്റ് സൈഡുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഇപ്പോൾ ഓരോ ട്രാൻസാക്ഷനായിട്ട് നോക്കാം. അതിൻ്റെ പിന്നെ എൻട്രീസുകൾ, അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻ്റെ എൻട്രീസാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉഷ ഫാൻസ് 1000 ടേബിൾ ഫാൻസ് കൂൾ ബ്രീസ് ഏജൻസിക്ക് അയച്ചു കൊടുത്തു. അപ്പം സെൻഡ് ചെയ്യുന്ന എൻട്രി വേണം നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2 പ്രൈസാണുള്ളത്. ഇതൊക്കെയാണ് കോസ്റ്റ് പ്രൈസ് പറയുന്നു 1200, ഇൻവോയ്സ് പ്രൈസ് 1500. നമ്മൾ ഇവിടെ എടുക്കേണ്ടത് കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ഒഴിവാക്കുക, ഇൻവോയ്സ് പ്രൈസ് എടുക്കാൻ പാടുള്ളൂ. അപ്പം നമുക്കൊരു കൺസൈനർക്ക് ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. എമൗണ്ട് എന്ന് പറയുന്നത് 1000 ടേബിൾ ഫാൻ 1500 രൂപ വെച്ച് 15 ലക്ഷം വരും. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ എഴുതി കഴിഞ്ഞു. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻസ് ആണ്. ഇവിടെ പറയുന്നു ബോംബെയുടെ, അതായത് കൺസൈനറിൻ്റെ എക്സ്പെൻസസ് 27,000 രൂപയാണ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനകത്ത് കൺസൈനറിൻ്റെ എക്സ്പെൻസ് നമ്മൾ ടു ബാങ്ക് എന്നാണ് എഴുതാറുള്ളത്. ടു ബാങ്ക് എമൗണ്ട് 27,000. ദെൻ അടുത്ത പറയുന്നത് കൺസൈനിയുടെ എക്സ്പെൻസ് ആണ്. കൺസൈനിക്ക് ഇവിടെ 23,000 രൂപയാണ് ഗോഡൗണിൽ ആ ഗുഡ്സ് എത്തുന്നതിന് മുന്നേ വരെയുള്ള എക്സ്പെൻസ്. പിന്നെ അത് കഴിഞ്ഞ് സെയിൽസ് എക്സ്പെൻസ് 14,000 തന്നിട്ടുണ്ട്. സെയിൽസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കൺസൈനയുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി 37,000 ആണ് കൺസൈനയുടെ എക്സ്പെൻസ്. നമ്മൾ കൺസൈനയുടെ എക്സ്പെൻസ് കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എഴുതേണ്ടത് കൺസൈനിയുടെ പേരിലാണ്. അപ്പോൾ ഇവിടെ കൂൾ ബ്രീസ് ഏജൻസീസ്. എമൗണ്ട് 37,000. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സെയിൽസ് ആണ്. ഇവിടെ കൂൾ ബ്രീസ് ഏജൻസീസ് 800 ഫാൻ 1600 രൂപ വെച്ചിട്ടാണ് വിറ്റത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ, അതായത് സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സെയിൽസ് നടത്തുന്ന ആരാണോ അയാളുടെ പേര് വേണം കൺസൈൻമെന്റ് അക്കൗണ്ടിൽ എഴുതാൻ. ഇവിടെ സെയിൽസ് നടത്തുന്നത് കൂൾ ബ്രീസ് ഏജൻസിയാണ്. അപ്പോൾ നമ്മൾ ബൈ കൂൾ ബ്രീസ് ഏജൻസീസ്. 800 ഗുഡ്സ് 1600 രൂപ വെച്ച് 12,80,000. സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടത് കമ്മീഷനാണ്. അപ്പോൾ കമ്മീഷനും ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. അത് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്ന ആർക്കാണ്? കൂൾ ബ്രീസ് ഏജൻസിക്കാണ്. അവരുടെ പേര് വേണം നമ്മൾ കൺസൈനിയായ കൂൾ ബ്രീസ് ഏജൻസീസിന്റെ പേര് വേണം എഴുതാൻ. 12,80,000 ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നത് 5% പ്ലസ് 1%, അതായത് 6% കമ്മീഷൻ. അപ്പോൾ ഇവിടെ 64,000 ആണ്. 12,80,000 എന്ന് പറയുന്ന സെയിൽസിന്റെ 6% ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് 64,000. ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചൊരു കാര്യമാണ് ക്ലോസ് സ്റ്റോക്ക് അല്ലെ. ക്ലോസ് കൺസൈൻമെന്റിനകത്ത് വിൽക്കാതിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് എന്നോ അല്ലെങ്കിൽ കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്നോ ഒക്കെ പറയും. അപ്പം നമ്മൾ അത് ഇവിടെ കാണിക്കണം. ഇവിടെ കാണിക്കേണ്ടത് ക്ലോസ് സ്റ്റോക്കിൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ. സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് എമൗണ്ട് 3,10,000. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് ആയാലും ക്ലോസ് സ്റ്റോക്ക് ആയാലും വാല്യൂ ചെയ്തത് എങ്ങനെയായിരുന്നു? ഇൻവോയ്സ് പ്രൈസിനാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? ഇതും ഈ പറയുന്ന 2 ഗുഡ്സിനകത്തും എന്തടങ്ങിയിട്ടുണ്ട്? പ്രോഫിറ്റ് ലോഡിങ്ങും കൂടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എൻട്രി ഇടണം. നമ്മൾ ക്ലോസ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് റിസർവ് അല്ലെങ്കിൽ ലോഡിങ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അത് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് 3,10,000 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. 60,000 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് ക്രെഡിറ്റിലാണ് കാണിക്കുന്നതെങ്കിൽ ക്ലോസ് സ്റ്റോക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ. അപ്പോൾ ക്ലോസ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റിനെ നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബ്രാക്കറ്റ് ഇടണം. ലോഡിങ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് 60,000. ഇനി അടുത്തത് നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തത് 15 ലക്ഷത്തിന്. ഈ 15 ലക്ഷത്തിനകത്തും എന്തടങ്ങിയിട്ടുണ്ട്? ഹിഡൻ പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതണം. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അയക്കുന്നത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ലോഡിങ് എഴുതുമ്പം ക്ലോസ് സ്റ്റോക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ലോഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് കാണിച്ചാൽ മതി.
ലോഡിംഗ് എഴുതിന് ശേഷം നമുക്ക് ക്ലോസ് സ്റ്റോക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റിന്റെ ലോഡിംഗ് എഴുതുമ്പോഴും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ 1000 ഗുഡ്സ് 1500 രൂപ വെച്ചിട്ട് ഇൻവോയ്സ് പ്രൈസ് 1500 രൂപ വെച്ചിട്ട് ആയതുകൊണ്ട് ഇവിടെ 15 ലക്ഷം. ശരിക്കും ആ ഗുഡ്സിന്റെ വില എത്രയാണ്? 1200 ആണ്. അപ്പോൾ 1000 ഗുഡ്സ് 1200 രൂപ വെച്ചിട്ടാണ് ശരിക്കും അത് അയക്കേണ്ടത്. പക്ഷെ ഇവിടെ 1000 ഗുഡ്സ് 1500 രൂപ വെച്ചിട്ടാണ്. അപ്പം അതിന്റെ കോസ്റ്റ് പ്രൈസ് 12 ലക്ഷമാണ്. ഇൻവോയ്സ് പ്രൈസ് ഇവിടെ 15 ലക്ഷമാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസ് എത്ര? 3 ലക്ഷം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ലോഡിംഗ് ഓൺ ഗുഡ്സ് സെൻഡ് ആണ്. അപ്പോൾ ആ 3 ലക്ഷം രൂപ നമ്മൾ ഇവിടെ കാണിക്കാം. ഇനി നമുക്ക് ക്ലോസ് സ്റ്റോക്ക് കാണിക്കാം. സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്. നേരത്തെ 3 ലക്ഷത്തിൽ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് എപ്പോഴും ലാസ്റ്റ് കാണിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. ഗുഡ്സ് അയച്ചത് നമ്മൾ ഇവിടെ എഴുതി 15 ലക്ഷം. ദെൻ കൺസൈനറിന്റെ എക്സ്പെൻസ് എഴുതി, കൺസൈനറുടെ എക്സ്പെൻസ് എഴുതി, ദെൻ സെയിൽസ് എഴുതി, ദെൻ കമ്മീഷൻ എഴുതി. പിന്നെ ഇവിടെ വരേണ്ടത് എന്താണ്? ഇവിടെ ഗുഡ്സ് സെൻഡ് ചെയ്തത് 15 ലക്ഷം രൂപയ്ക്കാണ്. ശരിക്കും അത് 12 ലക്ഷം രൂപയുടെ ഗുഡ്സേ ഉള്ളൂ. അപ്പം ഇൻവോയ്സ് പ്രൈസിന് നമ്മൾ അയച്ചത് കൊണ്ട് 15 ലക്ഷമാണ് എഴുതിയത്. അപ്പോൾ 15 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമായ കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് 3 ലക്ഷം രൂപ പ്രോഫിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് പ്രോഫിറ്റ് നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് 3 ലക്ഷം എഴുതി. ഈ 3 ലക്ഷം എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ ഇൻവോയ്സ് പ്രൈസ് 15 ലക്ഷമാണ്, കോസ്റ്റ് പ്രൈസ് 12 ലക്ഷമാണ്. അപ്പോൾ 15 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം കുറയ്ക്കുമ്പോൾ നമുക്ക് 3 ലക്ഷം കിട്ടും. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റോക്ക് കൺസൈൻമെന്റിന്റെ ക്ലോസ് സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് 3,10,000 എഴുതി. അപ്പോൾ ഇതിനകത്ത് എന്തടങ്ങി? നമ്മൾ ഇതും കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവോയ്സ് പ്രൈസിനായതുകൊണ്ട് അതിനകത്ത് എന്തുണ്ട്? പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രോഫിറ്റ് നമ്മൾ സ്റ്റോക്ക് റിസർവ് എന്നുണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. എന്താണ്? 60,000 രൂപ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യാണ്. അപ്പം ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നോക്കുമ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ കൂടി നിൽക്കുന്നത് ക്രെഡിറ്റ് സൈഡാണ്. 18,90,000 വരും. 18,90,000. അതിൽ നിന്ന് ഡെബിറ്റ് എമൗണ്ട് എല്ലാവരും കുറയ്ക്കുമ്പോൾ നമുക്ക് 2,02,000 വരും. അപ്പം ക്രെഡിറ്റ് കൂടുതലും ഡെബിറ്റ് കുറവായതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ബാലൻസ് പ്രോഫിറ്റ് ആണ്. നമ്മളിത് P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഇത്രയുമാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇനി നമ്മൾ കൺസൈനറിന്റെ ബുക്കിൽ വരാൻ പോകുന്ന അടുത്ത അക്കൗണ്ടാണ് കൺസൈനീസ് അക്കൗണ്ട്. ഇവിടെ കൺസൈനി എന്ന് പറയുന്നത് കൂൾ ബ്രീസ് ഏജൻസിയാണ്. അപ്പോൾ കൂൾ ബ്രീസ് ഏജൻസിയുടെ അക്കൗണ്ടാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കൂൾ ബ്രീസ് ഏജൻസിയുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂൾ ബ്രീസ് ഏജൻസിയുടെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ കൂൾ ബ്രീസ് ഏജൻസിയുടെ അക്കൗണ്ട് വരയ്ക്കുന്നത് ആരാണ്? ഉഷ ഫാൻസ് ആണ്. കാരണം ഈ കൺസൈനിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് കിട്ടാനുള്ളത് എന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കൺസൈനീസ് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് കൺസൈനി ആയ കൂൾ ബ്രീസ് ഏജൻസിയുടെ എക്സ്പെൻസ് കൺസൈനറായ ഉഷ ഫാൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടുന്ന എൻട്രി. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട്, അതായത് കൺസൈനിയുടെ എക്സ്പെൻസ് നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കൂൾ ബ്രീസ് ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയത്. അപ്പം കൂൾ ബ്രീസ് ഏജൻസി അക്കൗണ്ടിനകത്ത് വരുമ്പോൾ അത് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. നമ്മൾ ബൈ കൺസൈൻമെന്റ് എന്നാണ് എഴുതേണ്ടത്. ബൈ കൺസൈൻമെന്റ് എമൗണ്ട് 37,000 കൺസൈൻഡ് എക്സ്പെൻസ്. ദെൻ അടുത്തത് സെയിൽസ് ആണ്. സെയിൽസ് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കൂൾ ബ്രീസ് ഏജൻസി എന്ന് എഴുതിയിരുന്നു. അപ്പോൾ അത് കൂൾ ബ്രീസ് ഏജൻസിയുടെ ഡെബിറ്റ് സൈഡിൽ ടു കൺസൈൻമെന്റ് എന്ന് വരും. $12,80,000. ദെൻ അടുത്തത് കമ്മീഷനാണ്. കമ്മീഷനും കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കൂൾ ബ്രീസ് ഏജൻസി എന്ന് എഴുതിയിരുന്നത്. അപ്പോൾ കൂൾ ബ്രീസ് ഏജൻസി അക്കൗണ്ട് വരുമ്പം ക്രെഡിറ്റ് സൈഡിൽ ബൈ കൺസൈൻമെന്റ് എമൗണ്ട് 64,000. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇവിടെ വേറെ ബാഡ് ഡെപ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ 3 കാര്യങ്ങളുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ഇപ്പം ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 12,80,000. അതിൽ നിന്ന് ഈ 2 എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാക്കി
11,79,000 വരുന്നത്. അതിന് നേരെ ഇപ്പം ഇവിടെ പറയുന്നുണ്ട്, ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് എമൗണ്ട് എല്ലാം എന്ത് ചെയ്തു, നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തു എന്ന് പറയണം, അയച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് നമ്മൾ ബാങ്ക് എന്ന് എഴുതാം. ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ബാലൻസ് ക്യാരിഡ് ഓൺ എന്നാണ് എഴുതേണ്ടത്. അപ്പം ഇവിടെ ഗുഡ്സ് ക്യാഷ് എമൗണ്ട് മൊത്തം നമ്മൾ സെറ്റിൽ ചെയ്തത് കൊണ്ടാണ്, അതായത് അയാളുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ കിട്ടി, കൂൾ ബ്രീസ് ഏജൻസിയിൽ നിന്നും 11,79,000 രൂപ കിട്ടി. സെയിൽസ് കഴിഞ്ഞ് അയാളുടെ എക്സ്പെൻസും കമ്മീഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഇത്ര രൂപ കിട്ടി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇൻ ദ ബുക്ക് ഓഫ് കൂൾ ബ്രീസ് ഏജൻസിയാണ്. അതായത് കൺസൈനിയുടെ ബുക്കാണ്. കൺസൈനിയുടെ ബുക്കിൽ ജേണലും വരയ്ക്കണം. ദെൻ ഒരേ ഒരു അക്കൗണ്ട് ഉള്ളൂ, അത് കൺസൈനറിൻ്റെ അക്കൗണ്ടുമാണ്. അപ്പം നമ്മൾ മൊത്തമുള്ള ജേണലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പം കൺസൈനിയുടെ എക്സ്പെൻസുമായി റിലേറ്റ് ചെയ്യുന്ന ജേണലാണ്. കൺസൈനിയുടെ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് ആരാണ്? കൺസൈനറാണ്. അതുകൊണ്ട് എൻട്രി ഇങ്ങനെയാണ്: ഉഷ ഫണ്ട്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ കൺസൈനിയുടെ എക്സ്പെൻസിൻ്റെ എൻട്രി ഉഷ ഫണ്ട്സ്, അതായത് കൺസൈനർ ആണ് മെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, എമൗണ്ട് 37,000. നറേഷൻ എക്സ്പെൻസ് ഓഫ് കൺസൈനി മെറ്റ് ബൈ കൺസൈനർ. ഫസ്റ്റ് എൻട്രി ഇതാണ്. ഇനി അടുത്ത എന്താണ്? സെയിൽസിന്റെ എൻട്രി ആണ്. ഇവിടെ സെയിൽസ് നടത്തുന്ന ആരാണ്? കൺസൈനിയാണ്. അപ്പോൾ കൺസൈനറുടെ കയ്യിൽ എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. എന്നാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? കൺസൈനറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻട്രി എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഉഷ ഫണ്ട്സ്. അതായത് ഇവിടെ സെയിൽസ് നടത്തി ക്യാഷ് കിട്ടുന്നു, അല്ലെങ്കിൽ ചെക്ക് കിട്ടുന്നു, അതുകൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതുന്നു. ഇനി ഈ സെയിൽസ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഉഷ ഫണ്ട്സ് ആണ്. അതുകൊണ്ട് എൻട്രി എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഉഷ ഫണ്ട്സ്. എമൗണ്ട് 12,80,000, 12,80,000. നറേഷൻ എഴുതേണ്ടത് സെയിൽസ് എഫക്റ്റഡ് എന്നാണ്. ഇനി അടുത്ത എൻട്രി എന്ന് പറയുന്നത് കമ്മീഷൻ റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയും കമ്മീഷൻ്റെ എൻട്രി എന്ന് പറയുമ്പം കൺസൈനർ ആണ് കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പോൾ എൻട്രി എങ്ങനെയാണ്? ഉഷ ഫണ്ട്സ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. അപ്പോൾ ഇവിടെ കൺസൈനിയുടെ ബുക്കിനകത്ത് കൺസൈനറിന്റെ പേരാണ് കൂടുതൽ വരുന്നത്. കാരണം കൺസൈനർ ആണല്ലോ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. കൺസൈനറിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെയിൽസ് നടത്തിയൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കൺസൈനിയുടെ ബുക്കിൽ കൺസൈനറിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവിടെ കമ്മീഷൻ കൊടുക്കുന്നത് കൺസൈനർ ആണ്. അതുകൊണ്ട് ഉഷ ഫണ്ട്സ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്ന് വരും. കമ്മീഷൻ 64,000. അപ്പം നമുക്ക് നറേഷൻ എഴുതാം: കമ്മീഷൻ ഓൺ സെയിൽസ്. ഇനി ലാസ്റ്റ് എൻട്രി ആണ്. അത് നമ്മുടെ ഫുൾ സെറ്റിൽമെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ എത്ര രൂപയാണ്? 11,79,000 രൂപയും കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? എമൗണ്ട് എല്ലാം കൊടുക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ആ എൻട്രിയും കൂടെ വരും. എൻട്രി ഇങ്ങനെയാണ്. നമ്മൾ കൊടുക്കേണ്ടത് ഉഷ ഫാൻസിനാണ്. അപ്പം ഉഷ ഫാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 11,79,000. അപ്പം ഇത്രയുമാണ് കൺസൈനിയുടെ ബുക്കിനകത്ത് ജേണൽ എൻട്രീസുകൾ. ഈ 4 എണ്ണമാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസൈനിയുടെ എക്സ്പെൻസ് റിലേറ്റഡ് എൻട്രി ആയിരുന്നു. അത് കൺസൈനർ ആണ് കൊടുക്കുന്നുണ്ട്. ഉഷ ഫണ്ട്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വന്നു. ദെൻ സെയിൽസ് ആണ്. സെയിൽസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഉഷ ഫണ്ട്സ് എന്ന് വന്നു. ദെൻ കമ്മീഷൻ ആണ്. അത് ഉഷ ഫണ്ട്സ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ എന്നും. ദെൻ ലാസ്റ്റത്തെ എമൗണ്ട് ഫുൾ സെറ്റിൽ ചെയ്യുന്ന എൻട്രിയാണ്. അത് ഉഷ ഫണ്ട്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി നമ്മൾ വരയ്ക്കേണ്ടുന്നത് ആകെ ഈ ഒരു കൺസൈനിയുടെ ബുക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഉഷ ഫാൻസ് ആണ് അല്ലെ, കൺസൈനർ ആണ്. അതുകൊണ്ട് ഇതിനകത്ത് ആകെ വരയ്ക്കേണ്ട ഒരേ ഒരു അക്കൗണ്ട് കൺസൈനേഴ്സ് അക്കൗണ്ട് ആണ്. അതായത് ഉഷ ഫാൻസ് അക്കൗണ്ട് ആണ്. ഇനി അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി കൺസൈനിയുടെ ബുക്കിനകത്ത് ഒരേ ഒരു അക്കൗണ്ട് ആണുള്ളത്, കൺസൈനർ അക്കൗണ്ട് അല്ലെങ്കിൽ ഉഷ ഫാൻസ്. ഇവിടെ കൺസൈനർ ഉഷ ഫാൻ ആണ്. അപ്പോൾ ഉഷ ഫാൻസ് അക്കൗണ്ട് ആണ് വരച്ചത്. അപ്പോൾ നമ്മൾ ജേണൽ എഴുതി കഴിഞ്ഞാൽ അത് നോക്കി നമുക്ക് ലെഡ്ജർ പോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജേണൽ എഴുതിയത് കൺസൈനിയുടെ എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു. അത് നമ്മൾ എങ്ങനെ എഴുതിയത്? കൺസൈനർ അല്ലെങ്കിൽ ഉഷ ഫാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടു ബാങ്ക് എന്നാണ് നമ്മൾ ലെഡ്ജറിനകത്ത് എഴുതേണ്ടത്.
എമൗണ്ട് 37,000. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്തായിരുന്നു? ഉഷ ഫാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്നാണ്. ഉഷ ഫാൻസ് അക്കൗണ്ടിനകത്ത് നമ്മൾ ഉഷ ഫാൻസിന് വീണ്ടും എഴുതത്തില്ല. ഉഷ ഫാൻസ് അക്കൗണ്ടിനകത്ത് എന്താ പറയുക, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം എന്താണ്? ടു ബാങ്ക് ആണ്. അപ്പോൾ ടു ബാങ്ക് എമൗണ്ട് 37,000. പിന്നെ നമ്മൾ രണ്ടാമത് എഴുതുന്ന സെയിൽസ് ആയിരുന്നു. സെയിൽസിൻ്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഉഷ ഫാൻസ് എന്നാണ്. അപ്പോൾ ഉഷ ഫാൻസ് അക്കൗണ്ടിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബാങ്ക് നമ്മളിങ്ങനെ എഴുതും ബൈ ബാങ്ക്. എമൗണ്ട് 12,80,000. അടുത്ത കമ്മീഷൻ എൻട്രി ആയിരുന്നു. അത് എഴുതിയത് ഉഷ ഫാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഉഷ ഫാൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തേക്കാണ്. ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം നമ്മൾ ഡെബിറ്റിൽ എഴുതേണ്ടത് ടു കമ്മീഷൻ. എമൗണ്ട് 64,000. ഇത്രയും ഐറ്റംസ് ആണുള്ളത്. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. ടോട്ടൽ ക്രെഡിറ്റ് ആണ് കൂടുതൽ, 12,80,000 ആണ് ക്രെഡിറ്റ് സൈഡ് ഉള്ളത്. അത് തന്നെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാം. അതിൽ നിന്ന് ഈ രണ്ട് എമൗണ്ട് കുറച്ചിട്ട് 11,79,000 രൂപയാണുള്ളത്. അത് നമ്മൾ സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബാങ്ക് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉഷ ഫാൻസ് അക്കൗണ്ട് വരയ്ക്കുന്ന ആരാണ്? കൺസൈനിയാണ്. അപ്പോൾ കൺസൈനിയെ സംബന്ധിച്ച് ഈ ഒരു അക്കൗണ്ട് വരയ്ക്കുന്ന എന്തിനാണ്? എത്ര രൂപയാണ് കൺസൈനറിന് കൊടുത്തത്, കൺസൈനറായ ഉഷ ഫാൻസിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടുന്നത് അല്ലെങ്കിൽ എത്ര രൂപയാണ് കൊടുത്തത് എന്നറിയാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് എപ്പോഴും കൺസൈനറിന്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ആണ് ഈ ഒരു എമൗണ്ട് കിട്ടേണ്ടത്. കൺസൈനിയുടെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ കൺസൈനർ വരയ്ക്കുമ്പോൾ ഇയാൾ, അതായത് ഈ കൺസൈനിയുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ കിട്ടാനുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലും കൺസൈനി ബുക്ക് വരയ്ക്കുമ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഈ രൂപ കാണിക്കേണ്ടത്, കാരണം കൊടുക്കാനുണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. നമ്മൾ എന്താണ് ഈ പറഞ്ഞ രണ്ട് പേരുടെയും അക്കൗണ്ടുകൾ വരയ്ക്കുക. രണ്ട് ബുക്കിനകത്ത് രണ്ട് അക്കൗണ്ട്, ഫസ്റ്റ് ആയിട്ടുള്ള കൺസൈനറിന്റെ ബുക്കിനകത്ത് രണ്ട് അക്കൗണ്ടും കൺസൈനറുടെ ബുക്കിനകത്ത് ഒരു അക്കൗണ്ടും. പക്ഷെ കൺസൈനറുടെ ബുക്കിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ജേണൽ എഴുതേണ്ടതായിട്ട് വരും. അപ്പം വളരെ സിമ്പിളാണ്. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ പ്രോബ്ലം കഴിഞ്ഞു.